അപ്പൊ നമുക്കിനി ഒരു കാര്യം ചെയ്യാം, നമുക്കിനി കൊച്ചിൻ ബ്യൂറോയിലേക്ക് ഒന്ന് പോകണമെന്ന് ചെയ്യാം. അവിടെ എന്തോ വിജയം നടക്കുന്നത് കൊച്ചിൻ ബ്യൂറോ? കൊച്ചിൻ ബ്യൂറോയിൽ തനീഷ് തമ്പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം അണിനിരന്ന് നിൽക്കുന്നുണ്ട്. അവര് അടിച്ചു പൊളിക്കൂ. അതെ അതെ അതെ. തമ്പി, തനേഷ് തമ്പി, എന്താണ് സംഭവിക്കുന്നത് അവിടെ? എവിടെ തമ്പി? ഇവിടെ ടീം എവിടെ? ദാ വന്നു. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അവിടെയുള്ള എല്ലാ അവതാര പുലികൾക്കും ഇന്ന് പിറന്നാൾ ആശംസകൾ. ഞങ്ങളിപ്പോൾ ഈ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് നിരത്തിലേക്ക് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ ഈ സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ചിതറി പല ഗ്യാങ്ങുകളായി തിരിഞ്ഞ് ഈ നഗരത്തിന്റെ പല മേഖലകളിലും ഞങ്ങൾ എത്തുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ എത്തുന്നത്. അവർക്കൊരു മധുരമൊക്കെ കൊടുക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതിന് തൊട്ടു മുൻപ് എന്തായാലും ഈ പരിപാടിയിലേക്കൊന്ന് വരാം എന്ന് കരുതിയിട്ടാണ്. സ്കെന്നൊക്കെ ഒന്ന് കാണാൻ പറഞ്ഞിട്ടാണ്. അപ്പം നമ്മുടെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇല്ല, കാരണം കുറേ ആളുകളൊക്കെ മറ്റു ഷൂട്ടുകളുമായി ബന്ധപ്പെട്ട് നഗരത്തിന്റെ പല ഭാഗങ്ങളിലാണ്. ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിതിൻ അമ്പുജനുണ്ട്. നിതിനെ എങ്ങനെയുണ്ട്? നമ്മുടെ 6 വർഷമായി. അതിനാണെങ്കിൽ ഡൽഹിയിലായിരുന്നു, ഇപ്പം കൊച്ചിയിലേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട്? അതെ, കൊച്ചിയിൽ വന്നിട്ട് ഇങ്ങനെ സെറ്റായി വരുന്നത് 6 വർഷം. ആദ്യമായിട്ടാണ് ഇപ്പോൾ നാട്ടിൽ നിന്നൊരു ആഘോഷം ആനിവേഴ്സറിയിൽ പങ്കാവുന്നത്. പിന്നെ കൊച്ചി ടീമിനൊപ്പം ആദ്യമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഫയർ ബ്രാൻഡ് യുവാക്കളാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് കൊച്ചിയിൽ. ഇതിപ്പോ നമ്മള് ശ്യാംകുമാർ ഇവിടെ പൊളിയല്ലേ, നമുക്ക് അടിച്ച് പൊളിച്ച് 6 വർഷമായിട്ട് പോവാണ്. വാർത്തകളൊക്കെ കാട്ടി ഇവരാണ് ഈ കുറുവ ഗ്രാമത്തിലെത്തി കുറുവ കക്ഷികളെയൊക്കെ തന്നെ വായിക്കാൻ ശ്രമം നടത്തി. ഇരിട്ടി ഗ്രാമത്തിലെത്തി അവര് നോക്കി വെച്ചിട്ടുണ്ട്. കുറുവ ബ്രദേഴ്സ് ഇവര് കുറുവയിൽ നിർത്തുന്നില്ല. ഇനി ഒരുപാട് അന്വേഷണങ്ങളുമായിട്ട് അവര് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും കൂടുതൽ സ്ഥലത്തേക്ക് പോകാനായിട്ട് നമുക്ക് പറ്റും എന്ന് തോന്നിപ്പിച്ചാണ്. അതുകൊണ്ട് അതിനൊരു സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ 6ാം വർഷത്തിലേക്ക് കിടക്കുന്നതിന്റെ സന്തോഷം മറ്റത്. സന്തോഷം അത്രേ ഉള്ളൂ. സന്തോഷം മാത്രമേ ഉള്ളൂ. അശ്വിന്, നമ്മുടെ ക്യാമറാമാൻമാരെ, സാരഥികൾ, ഇവരെല്ലാവരും ഉണ്ട്. കുഴപ്പമില്ല, 2 മാസമുള്ള വന്നിട്ട് എന്നാലും അടിച്ചു പൊളിക്കുന്നു. അടിപൊളിയാണ്. സന്തോഷം. അങ്ങനെ എസ് കെ എൻ എല്ലാവർക്കും സന്തോഷമാണ്. 6ാം വാർഷികം അതിഗംഭീരമായിട്ട് ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ബ്യൂറോയിലെ റീജിയണൽ ടീമാണ് നിങ്ങൾ കണ്ടത്. ഇവരായിരുന്നു തിരുട്ട് ഗ്രാമത്തിലും തേനിയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ പോയി നമ്മുടെ ഇവിടെ നാട്ടിലെത്തി അലോസരം ഉണ്ടാക്കിയ കുറുവാക്കാരെ അന്വേഷിച്ച് അങ്ങോട്ട് പോയത്. അപ്പോൾ നിങ്ങൾ ഈ കുറുവ പ്രദേശത്ത് വിളിക്കണ്ടല്ലേ? കാര്യം പോലീസ് ചിലപ്പോൾ തപ്പിക്കളയും.